ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത്? ചെറിയ ചാനൽ മുതൽ വലിയ ചാനൽ വരെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ കമന്റ് വിജയി ആരാണ് എന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ വന്നിരിക്കുന്നതാണ് ഇന്നത്തെ വിജയി. ഇവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ എല്ലാവരും പരമാവധി ഇവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ചാനലിനും ഇതുപോലെ ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക. ചെറിയ ചാനലുകളിൽ ഒരു സബ്സ്ക്രൈബർ കുറഞ്ഞാൽ തന്നെ അത് വളരെ വിഷമമാകും. കാരണം അവർ ഓരോ ദിവസവും എത്ര സബ്സ്ക്രൈബർ ആണ് വർദ്ധിക്കുന്നത് എന്ന് കറക്റ്റായി കൗണ്ട് ചെയ്തെല്ലാമാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പെട്ടെന്ന് തന്നെ കുറെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം നഷ്ടമാകാനുള്ള കാരണം പല ചാനലുകളും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടുന്നതിന് വേണ്ടി പല ട്രിക്സ് എല്ലാം ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം. എന്നാൽ യൂട്യൂബ് ഇത് ഐഡന്റിഫൈ ചെയ്യുകയും പിന്നീട് ഇത് റിമൂവ് ചെയ്യുകയും ചെയ്യും. അതിനാലാണ് പെട്ടെന്ന് കുറെ ചാനലുകളിൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയുന്നത്. അതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് എല്ലാം യൂസ് ചെയ്ത് ചിലരെല്ലാം സബ്സ്ക്രൈബേഴ്സ് എല്ലാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഫേക്ക് സബ്സ്ക്രൈബേഴ്സ്, സ്പാം സബ്സ്ക്രൈബേഴ്സ്, ഇവയെല്ലാം തന്നെ യൂട്യൂബിന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഇങ്ങനെ നേടിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ യൂട്യൂബ് ഐഡന്റിഫൈ ചെയ്യുകയും ഒരു സമയത്ത് ഇവയെല്ലാം റിമൂവ് ചെയ്യുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത്തരത്തിൽ നേടിയ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ അതിൽ നിന്നും ലഭിച്ച വ്യൂസ് എല്ലാം നമ്മുടെ ചാനലിൽ നിന്ന് കുറയും. അതുപോലെ കുറെ പേർ അവർ കുറെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. എന്നാൽ കുറെ കഴിയുമ്പോൾ ചില ചാനലുകളെല്ലാം അവർക്ക് താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യും. ഇത് ചെറിയ ചാനൽ മുതൽ വലിയ ചാനലിലെല്ലാം നടക്കുന്നതാണ്. വലിയ ചാനലുകളിൽ ഒരുപക്ഷെ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ആകുന്നത് അവർ അറിയാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ എത്ര പേർ അൺസബ്സ്ക്രൈബ് ആയി എന്നൊന്നും അറിയാൻ വഴിയില്ല. എന്നാൽ ചെറിയ ഒരു യൂട്യൂബറെ സംബന്ധിച്ച് ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ആകുന്നവരുടെ എണ്ണം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ചെറിയ ചാനലുകളിൽ 2-3 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആണ് ഒരു ദിവസത്തിൽ വർദ്ധിക്കുക. അതിനാൽ തന്നെ ഇങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പല ക്രിയേറ്റേഴ്സും ഇതുപോലെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോകുന്നത് എന്ന്. എന്നാൽ ഇതിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല നല്ല വീഡിയോസ് എല്ലാം ചെയ്ത് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടിയെടുക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.